പെട്ടെന്ന് നമ്മുടെ ആരാധനക്രമങ്ങളെ കൈവെടിയുക പ്രാണത്യാഗത്തിന് തുല്യമാണ്. എങ്കിലും ഭഗവാൻ മഹാവിഷ്ണുവിനെ നാം ഒരിക്കലും വിസ്മരിക്കുന്നില്ല എന്ന് അറിഞ്ഞാലും നമ്മെ വിഡ്ഢിയാക്കുകയാണോ? ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ടെത്തിയ ഉപായം കൊള്ളാം. ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭജിക്കാൻ വൈമനസ്യമുള്ള നിങ്ങൾ ആ പുണ്യ പരമാത്മാവിനെ സ്മരിച്ചിട്ടെന്ത് കാര്യം? ഏത് മൂർത്തിയെ ഉപാസിക്കണമെന്ന് നിശ്ചയിക്കേണ്ട സ്വാതന്ത്ര്യം ഭക്തർക്ക് അവകാശപ്പെട്ടതല്ലേ? പ്രജകളെ ശൈവരെന്നും വൈഷ്ണവരെന്നും വിഭജിച്ചകറ്റുന്നത് പ്രജാക്ഷേമ തൽപരനായ മഹാരാജന് ഉചിതമാണോ? പൊന്നു തമ്പുരാന്റെ കൽപ്പനകളെ ചോദ്യം ചെയ്യുന്നു. സ്ത്രീകളെയും കുമാരിമാരെയും ബാലികമാരെയും ഉപദ്രവിക്കുന്നത് രാജ്യത്തിന്റെ പാരമ്പര്യവും നയവും അല്ലാത്തതുകൊണ്ട് മാത്രം നിങ്ങളെ ഇപ്പോൾ വെറുതെ വിടുന്നു. ശിക്ഷിക്കേണ്ടത് ഈ ശൈവ താപസനെയാണ്. രാജ്യദ്രോഹിയായ ഇയാളെ ബന്ധിച്ച് ഉടൻ കൊട്ടാരത്തിലെത്തിക്കുക. ഇയാൾ പൂജിക്കുന്ന ഈ ശിവലിംഗം എടുത്ത് ഇയാളുടെ തന്നെ ചുമലിൽ വയ്ക്കുക. ഈ ശിവലിംഗവും ചുമന്നുകൊണ്ട് വേണം ഇയാൾ കൊട്ടാരത്തിലെത്തേണ്ടത്. ഇയാൾക്കുള്ള ശിക്ഷ എന്താണെന്ന് മഹാരാജാവ് കൽപ്പിക്കും. വേഗമാവട്ടെ. വേദങ്ങളും ശാസ്ത്രങ്ങളും ഷോഡശവിദ്യകളും സ്വായത്തമാക്കിയ തപോധനൻ രാജ്യദ്രോഹിയായി ശിവലിംഗം ചുവന്നു നടക്കേണ്ട ഗതികേട്. സത്യപൂർണ്ണ മഹാമുനെ, നമുക്കങ്ങയോട് സഹതാപമാണ്. വേദശാസ്ത്രങ്ങളിൽ അങ്ങ് അഗ്രഗണ്യനായിരിക്കാം. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ അങ്ങ് അജ്ഞാനിയാണ്. അമ്പേ പരാജയമാണ്. അങ്ങേക്ക് രക്ഷപ്പെടാൻ ഇനിയും അവസരമുണ്ട്. ശൈവപൂജ ഉപേക്ഷിച്ച് വൈഷ്ണവനായി മാറുക. അതുമല്ലെങ്കിൽ ഈ രാജ്യം ഉപേക്ഷിച്ചു പോവുക. ജനിച്ച മണ്ണും സ്വന്തം വിശ്വാസങ്ങളും ആചാരങ്ങളും ഉപേക്ഷിക്കുന്നത് മരണത്തിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കോളൂ. മഹാമന്ത്രി, മർത്തിനായി ജന്മമെടുത്താൽ മൃത്യു അവന്റെ നിഴലായി കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എന്റെ തീരുമാനത്തിൽ അശേഷം ആശങ്കയില്ല. വിധി എന്താണോ അത് സംഭവിച്ചേ മതിയാകൂ. വാക്കുകൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി ജീവൻ ഉപേക്ഷിക്കേണ്ടി വരുന്നത് വിഡ്ഢിത്തമല്ലേ? മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിലും നല്ലത് മരണം തന്നെയാണ്. സർവസംഘ പരിത്യാഗിയാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ സംഘം വയ്ക്കുന്നത്? അത് അഹങ്കാരം കൊണ്ടല്ലേ? വാക്കുകൾ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ അറിവിന്റെ പരിമിതിയിൽ നിന്നാണ്. അർത്ഥം ഗ്രഹിക്കുന്നതും അപ്രകാരം തന്നെ. അതുകൊണ്ട് തർക്കത്തിന് സ്ഥാനമില്ല. അഹങ്കാരിയായ താപസ, നിന്റെ വാക്കുകൾ ഗ്രഹിക്കാനുള്ള കഴിവ് പോലും നമുക്കില്ലെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങയുടെ അറിവിന്റെ ആഴമളക്കാനോ പരിഹസിക്കാനോ പറഞ്ഞതല്ല. നാമരൂപങ്ങളിൽ ഈശ്വരനെ വേർതിരിച്ച് കാണാതിരിക്കണം എന്നേ ഉദ്ദേശിച്ചുള്ളൂ. അപ്രകാരം വേർതിരിവില്ലെങ്കിൽ പിന്നെന്തുകൊണ്ട് ശൈവപൂജ ഉപേക്ഷിച്ച് വൈഷ്ണവ പൂജ നടത്തിക്കൂടാ? എല്ലാം ഒന്നു തന്നെയാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. ജനനം മുതൽ വിശ്വസിച്ചു പോരുന്ന വഴിയും പാരമ്പര്യവും പ്രാണനും കോശങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മന്ത്രാക്ഷരങ്ങളുമെല്ലാം ഒരു മഹാരാജാവിന്റെയോ മന്ത്രിയുടെയോ വാക്കുകൾ കൊണ്ട് മാറ്റാനാവില്ല. ഇനിയും നിങ്ങളുടെ വാക്കുകൾ കേട്ടാൽ ഈ യാത്ര കൊട്ടാരത്തിലേക്കാവില്ല. അതിനു മുമ്പ് നിന്റെ ശിരസ് നാം തന്നെ ഉടവാളാൽ ഛേദിക്കേണ്ടി വരും. നടക്ക്. നിർത്തുക. സർവവും ശിവമയമെന്ന് സദാ ഉദ്ഘോഷിച്ചിട്ടും സത്യപൂർണനെ സംരക്ഷിക്കാൻ പരമശിവനെ ഇവിടെവിടെയും കാണുന്നില്ലല്ലോ. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണല്ലോ ശിവൻ. എന്നിട്ടും അങ്ങിൽ പ്രസാദിക്കാത്തതെന്ത്? തിരുവള്ളം കൊണ്ട് മാപ്പാക്കണം. ഗോവിന്ദനാമം ഉരുവിടുന്ന നാവിനാൽ ഇവിധം നിന്ദാവാക്കുകൾ ഉരുവിടരുത് മഹാരാജൻ. അത് മഹാപാപമാണ്. മഹാരാജാവിനെ ഉപദേശിക്കാനും ശാസിക്കാനും മാത്രം ധൈര്യമോ നിങ്ങൾക്ക്? മഹാരാജൻ,
അങ്ങ് ഉത്തരവിടുകയേ വേണ്ടൂ. ഈ ക്ഷണം ഈ നിഷേധിയുടെ നാവ് നാം പിഴുതെടുക്കും. മന്ത്രി, നമുക്ക് ഈ താപസന്റെ ജീവൻ ഹനിക്കണമെന്ന് തെല്ലും താല്പര്യമില്ല. പക്ഷെ ആദിനാരായണനാണ് സാക്ഷാൽ പരബ്രഹ്മമെന്ന് ഇദ്ദേഹത്തിന് ബോധ്യപ്പെടണം. സർവം വിഷ്ണുമയമെന്ന് ഇദ്ദേഹം തിരിച്ചറിയണം. അങ്ങയുടെ വിശ്വാസങ്ങളെ നാം ഖണ്ഡിക്കുന്നില്ല. ആദിനാരായണനാണ് പരബ്രഹ്മമെന്ന് അങ്ങ് വിശ്വസിക്കുന്നത് പോലെ മഹാദേവനാണ് പരബ്രഹ്മമെന്ന് വിശ്വസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. ആദിപരാശക്തിയാണ് പരബ്രഹ്മമെന്ന് വിശ്വസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ശാക്തേയർക്കുമുണ്ട്. സകല ദേവതകളും പരബ്രഹ്മ സ്വരൂപികളാണ്. ഓംകാരമാണ് എല്ലാത്തിനും ആധാരം. വിഡ്ഢിത്തം, വിഡ്ഢിത്തം! നാം ഇത് വിശ്വസിക്കുന്നില്ല. ആദിനാരായണൻ മാത്രമാണ് പരബ്രഹ്മം. ഇല്ല മഹാരാജൻ. സദ്ഗുണ പരബ്രഹ്മത്തിന്റെ സാത്വിക, രാജസിക, താമസിക ഗുണങ്ങളിൽ സത്വഗുണമാണ് മഹാവിഷ്ണു. തമോ ഗുണപ്രധാനനാണ് ശിവൻ. രജോ ഗുണമാണ് ബ്രഹ്മാവ്. അല്ല, ത്രിഗുണങ്ങളും ചേർന്ന വിരാട് പുരുഷനാണ്, സർവേശ്വരനാണ് വിഷ്ണു. ആദിനാരായണനല്ല ശിവനാണ് പരബ്രഹ്മമെങ്കിൽ നിങ്ങളത് തെളിയിക്കണം. അത് തെളിയിക്കാൻ നാം ഒരു പരീക്ഷണം ഏർപ്പെടുത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങ് അഭിഷേകവും അർച്ചനയും നൽകി പൂജിക്കുന്ന ഈ ശിവലിംഗമുണ്ടല്ലോ, ഇതിനെ അങ്ങയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രജകളെ സാക്ഷി നിർത്തി നാളെ പുലർകാലെ ആഴക്കടലിലേക്ക് നാം വലിച്ചെറിയും. ശിവനാണ് പരബ്രഹ്മമെങ്കിൽ, ശിവനാണ് സർവേശ്വരനെങ്കിൽ നിമഞ്ജനം ചെയ്യുന്ന ഈ ശിവലിംഗം താനെ ആഴിയിൽ നിന്ന് ഉയർന്നു വരട്ടെ. ഒരിക്കലും ആഴിയുടെ അടിത്തട്ടിൽ നിന്നും അത് ഉയർന്നു വന്നില്ലെങ്കിൽ ശിവനല്ല പരബ്രഹ്മമെന്ന് അങ്ങ് വിശ്വസിക്കണം. നാളെ നാം അതങ്ങയ്ക്ക് ബോധ്യപ്പെടുത്തി തരും. മഹാരാജൻ, ഇത് അവിവേകമാണ്, പാപമാണ്. ഒരിക്കലും ശിവലിംഗത്തെ ആഴിയിൽ നിമഞ്ജനം ചെയ്യരുത്. അങ്ങയ്ക്ക് നമ്മെ ശിക്ഷിക്കാം, പക്ഷേ മഹാദേവനോട് പരീക്ഷണം അരുത്. മഹാദേവൻ കോപത്തോടെ തൃക്കണ്ണ് തുറന്നാൽ അങ്ങും നമ്മുടെ രാജ്യവും ഭസ്മമായി തീരും. വെറുതെ ശിവകോപം ക്ഷണിച്ചു വരുത്തരുത് മഹാരാജൻ. ശംഖുചക്ര ഗദാധാരിയായ ഭഗവാൻ നാരായണൻ കൂടെയുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം? മന്ത്രി, മഹാരാജൻ, നാളെ പുലർക്കാലെ സമുദ്രതീരത്ത് പരീക്ഷണം നടക്കണം. ഉത്തരവ് പോലെ. ഇപ്പോൾ ഇയാളെ ശിവലിംഗത്തോടൊപ്പം കാരാഗ്രഹത്തിൽ അടയ്ക്കുക. ഇന്ന് രാത്രി ഇയാൾ അവിടെ കിടന്ന് നേരം വെളുപ്പിക്കട്ടെ. ഉത്തരവ് മഹാരാജൻ. നടക്ക്. ഓം നമഃ ശിവായ. കത്തിക്ക്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇഹത്തിനും പരത്തിനും പൊരുളായ ഭഗവാനെ, ക്ഷണവേഗേന ഉണ്ടായ അങ്ങയുടെ ഈ ഭാവമാറ്റത്തിന് എന്തേ കാരണം? അങ്ങയുടെ കോപത്തിന്റെ അനന്തരഫലങ്ങൾ ആവോളം അനുഭവിച്ചിട്ടുള്ളവരാണ് ദേവേന്ദ്രനായ നാം ഉൾപ്പെടെ 3 ലോകങ്ങളിലുള്ളവരും. ഇനിയും പരീക്ഷണം അരുതേ ഭഗവാനെ. ഭഗവാനെ, അങ്ങയുടെ കോപം കാണുമ്പോൾ അറിഞ്ഞുകൊണ്ട് അഗ്നികുണ്ഠത്തിനരികിലേക്ക് പറന്നെടുക്കുന്ന ഒരു ചിത്രശലഭത്തിന്റെ അവസ്ഥയാണ് ഈ നാരദർക്കും. ആ തൃക്കണ്ണുകളാൽ വെന്തെരിഞ്ഞ മന്മഥന്റെ ചരിതം മറക്കാതെ തന്നെ ചോദിച്ചോട്ടെ, പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ ദേവ? ലോകനാശം വരുത്തുമായിരുന്ന കാളകൂട വിഷം കണ്ഠത്തിലുറച്ച് അങ്ങ് നീലകണ്ഠനായതിൻ്റെ ഓർമ്മ പുതുക്കലാണെന്ന്. 3 ലോകങ്ങളിലുമുള്ള അങ്ങയുടെ ഭക്തർ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട് ശിവരാത്രി ആഘോഷിക്കുന്ന ശുഭദിനം. ലോകർക്ക് അനുഗ്രഹമേകേണ്ട ഈ പുണ്യദിനത്തിൽ കോപം ശമിപ്പിച്ച് ശാന്തനായാലും മഹാദേവ. ആപത്തിലകപ്പെടുന്ന ഭക്തന്റെ വിലാപം ഒരു ഈശ്വരനും കേൾക്കാതിരിക്കാനാവില്ല ദേവി. ഓം നമഃ ശിവായ. 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 ഓ
ശിവായ. മഹർഷേ, ഓം നമഃ ശിവായ. എന്തായാലും ശിവലിംഗം ആഴിയിൽ ആണ്ടുപോകും. ഓം നമഃ ശിവായ. ഈ പരീക്ഷണത്തിന് നിങ്ങൾ നിൽക്കരുത്. ഓം നമഃ ശിവായ. വെറുതെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും. പരീക്ഷിക്കുന്നത് ഞാനോ അങ്ങയോ അല്ല, സാക്ഷാൽ ശ്രീപരമേശ്വരനാണ്. ഭഗവാന്റെ രക്ഷയ്ക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ലോകരക്ഷകനായ മഹാദേവൻ സ്വയം രക്ഷിച്ചുകൊള്ളും. ഇനിയെങ്കിലും മൂഢസങ്കല്പങ്ങൾ ഉപേക്ഷിക്കൂ. മഹാരാജാവിന് നിങ്ങളെ വധിക്കാൻ ഒരു താല്പര്യവുമില്ല. പക്ഷേ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ട് തർക്കങ്ങൾ അവസാനിപ്പിച്ച് ബുദ്ധിപൂർവ്വം പെരുമാറും. ഈശ്വരനിൽ വിശ്വസിക്കുന്നത് രാജ്യദ്രോഹം, ദൈവനാമം ഉരുവിട്ടാൽ തടവറ. ഇത്രയൊക്കെ നീചമായ ക്രൂരതകൾ പ്രജകളോട് കാണിച്ചിട്ടും ഈ രാജ്യത്ത് കലാപമുണ്ടാകാതിരിക്കുന്നത് പ്രജകൾ സംയമനം പാലിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ പരിധികൾ ലംഘിക്കപ്പെട്ടാൽ അവർ പ്രതികരിച്ചു തുടങ്ങും. അത് താങ്ങാൻ ഭരണാധികാരികൾക്ക് പോലും പറ്റിയെന്ന് വരില്ല. പ്രതികരിക്കുന്നവരെ അടിച്ചമർത്താൻ ഭരണം കൈയാളുന്ന ഞങ്ങൾക്കറിയാം. ഭരിക്കുന്നവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ അതിന്റെ ഗുണം പ്രജകൾക്ക് കിട്ടും. അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഈ രാജ്യത്ത് തന്നെ ഉണ്ടല്ലോ. എതിർത്താൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവസാനമായി ഞാനൊന്ന് ചോദിക്കട്ടെ, മനസ്സു മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. മരണം വരിക്കാൻ നിശ്ചയിച്ചാൽ യമധർമ്മൻ വിചാരിച്ചാലും രക്ഷപ്പെടുത്താനാവില്ല. ഓം നമഃ ശിവായ. ഓം നമഃ. ഇനിയെല്ലാം സ്വയം അനുഭവിച്ചുകൊള്ളുക. ഓം നമഃ ശിവായ. 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 പക്ഷേ മൂഢനായ ഉപേന്ദ്രപ്പെരുമാൾ എന്ന ഭരണാധികാരി സത്യപൂർണൻ എന്ന ശിവഭക്തനോടൊപ്പം തുറുങ്കിലടച്ചിരിക്കുന്നത് വിശ്വനാഥനായ അങ്ങേ കൂടിയാണ്. അഗ്നിയായ വെളിച്ചത്തെ തമസിലൊളിപ്പിക്കാൻ ശ്രമിക്കുന്ന മൂഢത്വം, പാരാവാരത്തെ കൈക്കുമ്പിളിലാക്കാൻ ശ്രമിക്കുന്ന അല്പത്വം. അറിവില്ലായ്മ അല്ലത്, അധികാരത്താൽ അന്ധത ബാധിച്ചവന്റെ അഹങ്കാരം. സിംഹാസനത്തിന്റെ ബലത്തിൽ അധികാരം ഉപയോഗിച്ച് ഈശ്വരാംശങ്ങളെ നിഷ്കാസനം ചെയ്തു കളയാമെന്നുള്ള മൂഢവിശ്വാസം. ഇക്കൂട്ടർ നശിപ്പിക്കപ്പെടേണ്ടവർ തന്നെയാണ്. ഭഗവാനെ വെല്ലുവിളിക്കുന്നവർ മനസ്സിൽ രാക്ഷസ ചിന്ത വളർത്തുന്നവരാണ്. അവരെന്നും സ്വാർത്ഥചിത്തരാണ് മഹാദേവ. പ്രജാക്ഷേമ തൽപരനല്ലാത്ത ഏതൊരു രാജാവും ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല. ക്ഷണവേഗത്തിൽ വധിക്കപ്പെടേണ്ടവനാണ്. നാരായണ നാരായണ. ഈയുള്ളവന്റെ മനസ്സിൽ വെറുതെ ഒരു സന്ദേഹം ഉടലെടുക്കുന്നു. പറയൂ നാരദരെ, എന്താണ് അങ്ങയുടെ സന്ദേഹം? ഉപേന്ദ്ര പെരുമാൾ തന്റെ രാജ്യത്ത് നിന്നും ശൈവാംശത്തെ നശിപ്പിച്ച് വൈഷ്ണവാംശത്തെ പ്രതിഷ്ഠിക്കുവാനാണല്ലോ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ സത്യപൂർണനെ സംരക്ഷിക്കുവാൻ ഭഗവാൻ പരമശിവൻ തൽപരനായതുപോലെ ഉപേന്ദ്ര പെരുമാളിനെ സംരക്ഷിക്കുവാൻ അങ്ങും ബാധ്യസ്ഥനല്ലേ? നമ്മുടെ മാനസപുത്രന് പരിഹാസപ്രിയൻ എന്നതിനേക്കാളും കലഹപ്രിയൻ എന്ന വിശേഷണം തന്നെയാണ് കൂടുതൽ ഉചിതം. നാരായണ നാരായണ. നാരദരെ, മഹാജ്ഞാനിയായ അങ്ങയോട് നമ്മുടെ പൂർവ്വചരിത്രം ഓർമ്മപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അനാദികാലത്ത് അന്ധകാരത്തിൽ ലയിച്ചു കിടന്ന ഈ പ്രപഞ്ചത്തിൽ എവിടെയും ശൂന്യത മാത്രമായിരുന്നല്ലോ. ആ ശൂന്യതയിൽ നിന്നും ചിന്തകൾക്കും അതീതമായി പരബ്രഹ്മവും, അതിൽ നിന്ന് ബ്രഹ്മാണ്ടവും, ബ്രഹ്മാണ്ടത്തിൽ നിന്ന് വിരാട് പുരുഷനും ജന്മം കൊണ്ടു. കാലാനുസൃതമായും അവസ്ഥാനുസൃതമായും ആ വിരാട് പുരുഷനിൽ നിന്നും ജന്മം കൊണ്ടവരായിരുന്നു ശ്രീപരമേശ്വരനും നാമും. ഏകരൂപത്തിൽ നിന്നും പിറവിയെടുത്തവരാണ് ഞങ്ങൾ. എന്നാൽ ഞങ്ങളുടെ ഈശ്വരാംശത്തെ ഭക്തരാണ് സൗകര്യാർത്ഥം ദൃഷ്ടിയിലും പ്രാർത്ഥനയിലും ചിന്തയിലും വിഭിന്ന രൂപത്തിൽ കാണുന്നത്. ഞങ്ങളുടെ ആത്യന്തികമായ രൂപം ഏകം തന്നെയാണ്. എന്തുതന്നെ ആയാലും ഇവിടെ സത്യപൂർണന്റെയും ശിവഭക്തരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയല്ലേ മതിയാകൂ. ഒപ്പം ഈശ്വരന്മാരെപ്പോലും തരംതിരിച്ചുകൊണ്ട് പ്രജകൾക്കിടയിൽ
കലാപവും അരാജകത്വവും സൃഷ്ടിച്ച് രസിക്കുന്ന ഉപേന്ദ്ര പെരുമാൾ എന്ന കുടിലതന്ത്രജ്ഞനായ ഭരണാധികാരിയുടെ അഹങ്കാര ശമനവും. ഉപേന്ദ്രൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അയാൾ അനുഭവിച്ചേ തീരും. താമസം വിന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ്. നാരായണ നാരായണ. നിൽക്കവിടെ. ആരാണ് നിങ്ങൾ? ഞങ്ങൾക്ക് മഹാരാജാവിനെ ഒന്ന് കാണണമായിരുന്നു. അനുവാദമുണ്ടോ? അനുവാദം വാങ്ങിയല്ലോ രാജാവിന്റെ കൂട്ടർ ഞങ്ങളുടെ പിതാവിനെ ഇവിടെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്നത്. ശരീരം ക്ഷേത്രമാണ്. പ്രാണപ്രതിഷ്ഠ എന്നത് നമ്മുടെ പ്രാണനെ ഈശ്വരനായി കാണലും. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം. പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചാശധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം. പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരചന്ദ്ര